നമസ്കാരം. വീട്ടിലാണ്. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ശക്തമായ മഴയാണല്ലോ. പുറത്തുനിന്ന് അധികം ഇറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഞങ്ങളുടെ രണ്ടുപേരുടെയും അടുത്ത വലിയൊരു യാത്രയുടെ ചെറിയൊരു കാര്യമാണ് ഇന്ന് പറയുന്നത്. ഞങ്ങൾ രണ്ടുപേരും ഇതുവരെയായിട്ടും ഒരു ഇന്റർനാഷണൽ യാത്ര, അതായത് ഇന്ത്യക്ക് പുറത്തേക്ക് ഇതുവരെയായിട്ടും പോയിട്ടില്ല. പോയിട്ടുണ്ട്, പക്ഷെ അത് നടന്നു പോയതാണ്. ഇന്ത്യയിൽ നിന്ന് നേപ്പാളിലേക്ക് വളരെ കുറച്ച് ദൂരം മാത്രം. പക്ഷെ ഒരു ഫ്ലൈറ്റൊക്കെ കയറി ആദ്യമായിട്ടാണ് പോകുന്നത്. പോകുന്ന രാജ്യത്തിന്റെ പേരൊന്നും പറയുന്നില്ല, അത് നിങ്ങൾ വഴിയേ അറിഞ്ഞോളൂ. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഞാനായാലും മനുവായാലും ഒരു എയർപോർട്ടിൽ പോയിട്ട് നമുക്ക് ഒരു ഇന്റർനാഷണൽ യാത്രക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങൾ പോലും ശരിക്കും പറഞ്ഞാൽ ABCD തന്നെ പറയാം, ഒന്നും അറിയില്ല. ഞങ്ങൾക്ക് എയർപോർട്ടിൽ പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്, അതിന്റെ ചെറിയ ടെൻഷനൊക്കെ ഉണ്ട്. ഞങ്ങളൊരു നോർത്ത് ഇന്ത്യൻ യാത്ര, ഡൽഹി പഞ്ചാബ് ഒക്കെ പോകുന്ന പോലെയാണ് ഞങ്ങൾ പോകാൻ വേണ്ടി പോകുന്നത് തന്നെ. ആദ്യമായിട്ടാണല്ലോ അത്, പിന്നെ വഴി ശരിയാവുമെന്ന് വിശ്വസിക്കാം. പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ, ഈ ഒരു തിരക്കിന്റെ കാര്യമായിട്ട് നമുക്ക് വിസയൊക്കെ അപ്രൂവ് ആയി കിട്ടി. അതിന്റെ ഒരു തിരക്കിൽ പോയി കുറച്ച് ദിവസങ്ങൾ. ഇനിയിപ്പോ നമ്മുടെ ഈ വീടിന്റെ കുറച്ച് പരിസരമൊക്കെ നമുക്ക് കാണാം. കാരണം മഴക്കാലത്തെ ഈ ഒരു നാടിന്റെ കാഴ്ചയൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ആദ്യം തന്നെ കിണറുള്ള ഭാഗത്തേക്ക് പോവാം. മെയ് ലാസ്റ്റ് ആയതേ ഉള്ളൂ, അപ്പോഴത്തേക്ക് ഇതാ കിണറൊക്കെ നിറഞ്ഞ്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ നമ്മൾ കണ്ടത് കേട്ടോ. കാരണം അല്ലെങ്കിൽ ഇത്ര പെട്ടെന്നൊന്നും കിണറൊന്നും അറിയില്ല ഇവിടെ. പിന്നെ ഈ ഭാഗത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട്. പണ്ട് കുട്ടിക്കാലത്ത് നമ്മൾ കുളിക്കുന്നതൊക്കെ ഇവിടെ നിന്നാണ്. കുറച്ച് ഒരു ജൂൺ പകുതിയൊക്കെ ആകുമ്പം ഇവിടുന്ന് നല്ല വെള്ളം വരും കേട്ടോ. കാരണം നല്ല വെള്ളം എന്ന് പറയുമ്പോൾ ആ ഒരു നല്ലൊരു ഹൈറ്റിൽ തന്നെ വരും. പിന്നെ അവിടെ ഒരു പലകയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം വരുന്നത് കുറച്ചും കൂടെ ഹൈറ്റ് ആവും. പിന്നെ ഇവിടെ നമ്മൾ കുറച്ച് കല്ലൊക്കെ വെച്ച് കെട്ടി നിർത്തും, ഒരു ഡാം പോലെയാകും. അപ്പോൾ ഇവിടെ നല്ല ഹൈറ്റിൽ വെള്ളം വരും, അതിൽ കുളിക്കും. കാരണം ഒരു നല്ലൊരു രസമുള്ളൊരു പരിപാടിയൊക്കെ ആണല്ലോ ഇതൊക്കെ, അല്ലേ? വേറെ എവിടെയുണ്ട്, നമ്മുടെ പ്രൈവറ്റ് വെള്ളച്ചാട്ടമാണിത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ തുപ്പി വെക്കാൻ കാരണം വേറൊന്നുമല്ല, മുട്ടയടിച്ചിട്ടുണ്ട്. അത്യാവശ്യം ചെറുതായിട്ട് മുടിയൊക്കെ വന്ന് തുടങ്ങിയെന്ന് പറയാം. കാരണം നല്ല ചൂടായ സമയത്ത്, ഞങ്ങൾ കഴിഞ്ഞ യാത്രയ്ക്ക് പോയ സമയത്ത്, ഞാൻ എപ്പോഴും നമ്മൾ പല വെള്ളത്തിലൊക്കെ കുളിക്കുന്നതാണല്ലോ, ഒന്ന് ജസ്റ്റ് ഒന്ന് മുടിയൊക്കെ ഒന്ന് ലെവലാവാന്ന് കരുതിയിട്ട് തന്നെ മുറിച്ചത്. പക്ഷെ എന്താ പറയാ, മഴക്കാലൊക്കെ നേരത്തെ വരികയും ചെയ്തു. പിന്നെ മാത്രമല്ല, നമ്മൾ ഈ ഭാഗത്തുണ്ടല്ലോ വീഡിയോ എടുക്കാൻ അത്ര നല്ലൊരു സ്ഥലമൊന്നുമില്ല. അതായത് എല്ലാ ഭാഗത്തും ഇതുപോലെ കവുങ്ങും റബ്ബറൊക്കെയാണ്, നല്ലൊരു വയലോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ആ കാര്യം പറയുവാണ്, കുറെ ആൾക്കാർ ചോദിക്കുന്നത് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലേന്ന് ചോദിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് വീഡിയോ എടുക്കണമെങ്കിൽ ഒന്നുകിൽ കവുങ്ങും തോട്ടം, അല്ലെങ്കിൽ മേലെ പോയി കഴിഞ്ഞാൽ റബ്ബർ തോട്ടം. അത് ആ ഭാഗത്തൊക്കെ വരുന്ന റബ്ബർ തോട്ടമാണ് കേട്ടോ. അപ്പോ ഇങ്ങനത്തെ ഒരു ഏരിയ നിന്നാണ് ഇനിയിപ്പോ നമ്മൾ വീഡിയോ ഒക്കെ കവർ ചെയ്യുന്നത്. ഇനിയിപ്പോ നമുക്ക് നമ്മളെ ടൗൺ ഭാഗത്തേക്ക് പോവാം, അല്ലേ? ടൗൺ ഭാഗത്തേക്ക് പോയി ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ആ യാത്രയെ ബന്ധപ്പെട്ട്. അപ്പൊ അതിന്റെ ഒരുപാട് എന്താ പറയാ, നമ്മുടെ ഈ ഒരു വിസ കാര്യത്തിന്റെ കാര്യമായാലും ഒരുപാട് ഫോട്ടോ സ്റ്റാറ്റുകളും, നമ്മളെ പോകുന്ന രാജ്യത്തിൽ ഒരുപാട് ഹോട്ടൽ റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഫോട്ടോ സ്റ്റാറ്റ് നമുക്ക് മസ്റ്റായിട്ട് വേണ്ടി വരും. പുറത്തേക്ക് പോവാൻ നിന്നതേ ഉള്ളൂ, അപ്പോഴത്തേക്ക് ഇതാ മഴ വന്നു. ഇനി ഇതിപ്പോഴേ കുറയുന്ന ഒരു ലക്ഷണം കാണുന്നില്ല. ഒരു മണിക്കൂറിന് മുകളിൽ എന്തായാലും പെയ്യും. കാരണം ഈ മഴക്കാലത്ത് മഴ പെയ്യാൻ തുടങ്ങിയാൽ പിന്നെ ഇപ്പോഴേ കുറയില്ല. കാരണം കുറഞ്ഞതിന് ശേഷം നമുക്ക് പുറത്തോട്ട് പോവാം. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി, ഇപ്പം മഴ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമുക്ക് നേരെ ടൗൺ ഭാഗത്തേക്ക് പോവാം. ഇതുവഴിയൊക്കെ വെള്ളം ഒഴുകാൻ തുടങ്ങി. ചെറിയൊരു വാട്ടർ ക്രോസിങ്. എല്ലായിടത്തും നല്ല പച്ചപ്പ് തന്നെ, അതാണ് മെയിൻ ഹൈലൈറ്റ്. ഒരു കിലോമീറ്ററേ ഉള്ളൂ നമ്മളെ വീട്ടിൽ നിന്ന് നമ്മുടെ ടൗണിലേക്ക്. നമുക്ക് നല്ലൊരു വ്യൂ കാണാം. ടൗണിലേക്ക് പിന്നെ പോവാം. ഇപ്പോൾ നല്ല വ്യൂ ഒക്കെ കണ്ട് ആ മഴ വരുന്നതിന് മുന്നേ നമുക്ക് ആ വ്യൂ കാണാം, എന്നിട്ട് നേരെ ടൗണിലോട്ട് പോവാം. ഇവിടെ ഒരു കുളത്തിൽ വെള്ളം മുഴുവനായിട്ട് ഈ പുറത്തേക്കൂടെ ഒഴുകി പോവുകയാണ്. വേണ്ട, കുറച്ചുകൂടെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ വെള്ളമാവും. കുത്തനെയുള്ള കയറ്റാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ഈ ഒരു ഭാഗത്തൊക്കെ കൂടുതലും റബ്ബറാണെന്ന്. ഈ മഴക്കാലത്ത് തന്നെ ഇതിലൂടെ പോകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ഈ കൊമ്പൊക്കെ എപ്പോഴാണ് ഒടിഞ്ഞ് റോഡിലോട്ട് വീഴുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഈ കാണുന്ന ഭാഗത്ത് മുഴുവനും റബ്ബർ തന്നെയാണ്. മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട്, പക്ഷെ കുഴപ്പമില്ല.
പിന്നെ അതുപോലെ തന്നെ ഈ നല്ല കാറ്റും മഴയൊക്കെ വന്നാൽ പിന്നെ ഈ ഭാഗത്ത് കറണ്ടും ഉണ്ടാവില്ല. ഇപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കറണ്ടില്ല. ഇന്നലെ രാത്രി മുഴുവനും കറണ്ട് ഉണ്ടായില്ല. ഇത് ചെറിയൊരു റോഡാണ്, അതായത് നമ്മുടെ വീട്ടിലെ മുന്നിലൂടെ പോകുന്നത്. ഇനിയിപ്പം മെയിൻ റോഡിലോട്ട് കയറും, ചെറുപുഴ ഭാഗത്തേക്കൊക്കെ പോകുന്ന റോഡ്. അതാണ് ഈ തൊട്ട് മുന്നിലായി കാണുന്നത്. നല്ല അടിപൊളി റോഡാണ്. ഇവിടെയും നിങ്ങൾ കാണുന്നത് റബ്ബർ തന്നെയാണ്. ഈ ഭാഗത്തെ നല്ലൊരു വ്യൂ കിട്ടുന്ന ഭാഗം ഇതാണ്. ഇവിടെ ഇതിനെക്കാട്ടി നല്ല രീതിയിലാണ് ഈ മലകളൊക്കെ കാണാൻ പറ്റുക. പക്ഷെ ഇപ്പം ഈ മരങ്ങളൊക്കെ ഇവിടെ വന്നുകൊണ്ട് ചെറിയൊരു വ്യൂക്കൊരു കുറവ് വന്നിട്ടുണ്ട്. നല്ലതാ, നമുക്ക് ഇവിടെ നിന്നൊക്കെ കാണാം. അതിലൂടെ നമുക്ക് ചെറുപുഴ ഭാഗത്തേക്കൊക്കെ പോകാൻ പറ്റും. അതിലൂടെ ഒരു നല്ല റോഡൊക്കെ ഉണ്ട്. മഴ പെയ്യുന്നുണ്ട്, ഇതാ വീണ്ടും പെയ്യാനുള്ള മഴക്കാറും. ഇപ്പം ഇതുവഴി കുറച്ച് ബസ്സുകളൊക്കെ കടന്നു പോകാനുണ്ട്. പിന്നെ ഈ റോഡ് വഴി പോയാൽ തന്നെ അങ്ങ് അവിടെ ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട്. അതിലിപ്പോൾ വെള്ളം ഉണ്ടോയെന്നറിയില്ല. അപ്പം നമുക്ക് എന്തായാലും പോയി നോക്കാം. ശ്രീകണ്ഠാപുരം ഭാഗത്തേക്ക് പോകുന്ന ബസ്സാണ്. മാസ് ലൈറ്റൊക്കെ ഇട്ട് സെറ്റാണല്ലോ. അത് പോയി. ഇവിടെയാണ് ആ ഒരു വെള്ളച്ചാട്ടം. എന്തായാലും കുറച്ച് ദിവസം കൂടെ നല്ല ശക്തിയായിട്ട് മഴ പെയ്യുമ്പോൾ എന്തായാലും ഇതിലത്തെ വെള്ളത്തിൻ്റെ ആ ഒരു അളവും കൂടും. ഇതുവഴി പോകുമ്പോൾ വണ്ടിയൊക്കെ കഴുകണമെങ്കിൽ നല്ലതാണ്. കേട്ടോ, ഇവിടെ തന്നെ നിർത്തി വണ്ടിയൊക്കെ സുഖമായിട്ട് കഴുകുക. എത്രയോ ഉയരത്തുനിന്നാണ് ഇത് ഒഴുകി വരുന്നത്. ഇതങ്ങനെ ഒഴുകി നേരെ താഴെ ഭാഗത്തേക്കാണ് പോവുക. എന്തായാലും നല്ലൊരു പ്ലേസ് തന്നെയാണ് കേട്ടോ ഇതൊക്കെ. റോഡ് വഴി ഇതുവഴി നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ വണ്ടിയൊക്കെ ജസ്റ്റ് കഴുകിയിട്ട് പോവാം. അതിനുള്ള വെള്ളം ഇവിടെ ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ ടൗൺ ഭാഗത്തേക്ക് പോവാം. അങ്ങനെ ടൗണിലൊക്കെ പോയി കാര്യങ്ങളൊക്കെ റെഡിയാക്കി വീട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോഴത്തേക്കും നല്ല മഴ വീട്ടിൽ തുടങ്ങി. ഈ നമ്മൾ പോകുന്ന രാജ്യത്തും മഴയൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല, എന്തായാലും ഉണ്ടാവാൻ സാധ്യത കുറവായിരിക്കും. അവിടെ എത്തിയ ശേഷം നല്ല വ്യത്യസ്തമായ റൂട്ടിലൂടെയുള്ള ട്രെയിൻ കാഴ്ചകളൊക്കെ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നതേ ഉള്ളൂ. അപ്പോൾ എന്താ പറയുക, ഈ ഒരു ചെറിയൊരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ദിവസം തന്നെ നമ്മൾ യാത്ര തുടങ്ങിയാണ്. അപ്പം ബൈ.